രക്ഷിക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത് എന്തുകൊണ്ട്? പാപം ചെയ്യാതെ നമുക്കെങ്ങനെ ജീവിക്കാം എന്ന് ഇന്ന് ചിന്തിക്കാം. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും കാണുകയാണ്. ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനോട്, താങ്കൾ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചു എന്ന് കേട്ടുവല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ആയിരിക്കും അല്ലേ? രക്ഷിക്കപ്പെട്ട സുഹൃത്ത് പറയുകയാണ്, ഞാൻ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നതിന് മുന്നേ എൻ്റെ ഉള്ളിൽ ഒരു കറുത്ത നായ മാത്രമായിരുന്നു. അതിൻ്റെ ഇഷ്ടപ്രകാരം ഈ ലോകത്തിന് അനുരൂപമായി ഞാൻ ജീവിച്ചു. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത നായ കൂടി വന്നു. ഇപ്പോൾ ഏതു സമയത്തും കറുത്ത നായയും വെളുത്ത നായയും തമ്മിൽ അടിപിടിയാണ്. പിന്നെ എന്ത് സന്തോഷമാണ്, സമാധാനമാണ് എൻ്റെ ജീവിതത്തിൽ. മറ്റേ സുഹൃത്ത് ചോദിച്ചു, ഇവർ എന്തിനാണ് കടിപിടി കൂടുന്നത്? അതോ കറുത്ത നായ എന്തു ചെയ്താലും വെളുത്ത നായ എതിർക്കും. അത് പാപമാണ്, നീ ചെയ്യരുത്. അങ്ങനെയാ ഇവർ അടിയുണ്ടാക്കുന്നത്. അപ്പോൾ സുഹൃത്ത് ചോദിച്ചു, ഇതിനൊരു അവസാനമുണ്ടാകുമല്ലോ. ഏത് നായയാണ് അവസാനം ജയിക്കുന്നത്? ആ രക്ഷിക്കപ്പെട്ട സുഹൃത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു, ഏത് നായ്ക്കാണോ ഞാൻ നല്ല ആഹാരം കൊടുക്കുന്നത് അവനായിരിക്കും ഏറ്റവും ശക്തൻ, അവൻ വിജയിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കറുത്ത നായ ജഡമനുഷ്യനും വെളുത്ത നായ ആത്മമനുഷ്യനുമാണ്. നാം യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്നതിന് മുന്നേ നാം ജഡത്തെ അനുസരിച്ച് ഈ ലോകത്തിന് അനുരൂപമായി ജീവിച്ചു. എന്നാൽ നാം വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചപ്പോൾ ഒരു ആത്മമനുഷ്യനും കൂടെ നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയാണ്. ജഡമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഈ ലോകത്തോടാണ്. എന്നാൽ ആത്മമനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഈ ലോകത്തിന് വിരോധമാണ്. ഗലാത്യർ 5:17 പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അതുകൊണ്ട് ഈ ജഡമനുഷ്യനും ആത്മമനുഷ്യനും തമ്മിൽ അടിപിടി ഉണ്ടാക്കുന്നത്. വചനം പറയുന്നു, പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കേണം. ജഡമനുഷ്യനെ കീഴടക്കണമെങ്കിൽ എൻ്റെ ആത്മമനുഷ്യൻ ശക്തനായിരിക്കണം. ആത്മമനുഷ്യൻ ശക്തനാകണമെങ്കിൽ ആഹാരം കൊടുക്കണം. ഒന്നാമതായി പ്രാർത്ഥന, 2 വചനം, 3 കൂട്ടായ്മ ആചരിക്കണം. പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ദൈവപുത്രനായ യേശു തൻ്റെ ജീവിത യാത്രയിൽ എല്ലാ ദിവസവും പതിവ് പോലെ തൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാം. തൻ്റെ ആത്മമനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. ലൂക്കോസിൻ്റെ സുവിശേഷം 22:39 പറയുന്നു, പിന്നെ അവൻ പതിവ് പോലെ ഒലിവ് മലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരുടെ അടുക്കലിൽ നിന്നും ഒരു കല്ലേറ് ദൂരം മാറിപ്പോയി മുട്ടുകുത്തി തൻ്റെ പിതാവിനോടുകൂടി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ ആത്മമനുഷ്യനെ ശക്തനാക്കിയത് തൻ്റെ നിരന്തരമായ, അതായത് പതിവ് പോലെയുള്ള പിതാവിനോടുള്ള പ്രാർത്ഥനയാണ്. അതുപോലെ നമ്മുടെ ആത്മമനുഷ്യനെ ശക്തനാക്കുന്നത് പ്രാർത്ഥനയും വചനധ്യാനവും കൂട്ടായ്മ ആചരിക്കലുമാണ്. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത്? ഒരേ ഒരു കാരണമാണ് അതിനുള്ളത്, നമ്മുടെ ആത്മമനുഷ്യന് ആത്മീയ ആഹാരം നാം കൊടുക്കുന്നില്ല. ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഞാൻ ഏതു മനുഷ്യനെയാണ് ഏറ്റവും നല്ല ആഹാരം കൊടുക്കുന്നത്? ഒരാഴ്ചയിൽ ഞായറാഴ്ച
മാത്രം നമ്മുടെ ആത്മമനുഷ്യനെ പോഷിപ്പിക്കുകയും ജഡമനുഷ്യനെ 7 ദിവസവും പോഷിപ്പിക്കുകയും ചെയ്താൽ ജഡമനുഷ്യൻ ശക്തനായിരിക്കും. പാപം നമ്മുടെ വാതിൽക്കൽ വന്ന് മുട്ടുമ്പോൾ ജഡമനുഷ്യൻ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുന്നു. പാപം അകത്ത് പ്രവേശിക്കുകയും നാം പാപം ചെയ്യുന്നവരാകുകയും ചെയ്യും. റോമർ 8:13 പറയുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. പാപം ചെയ്യാതെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ആത്മമനുഷ്യൻ ശക്തനായിരിക്കണം.